എല്ലാ അറിവുകളും ദൈവികമാണ്. നിങ്ങൾ ഒരു മൈറ്റോകോൺട്രിയയെക്കുറിച്ചോ ഒരു ആറ്റത്തെക്കുറിച്ചോ പഠിക്കുമ്പോഴും അതൊരു ദൈവികമായ അറിവാണ്. നിങ്ങൾ പ്രകൃതി നിരീക്ഷിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിശാലതയിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുമ്പം അതൊരു അറിവിൻ്റെ യാത്രയാണ്. ഓരോ പ്രാർത്ഥനകളും അറിവിൻ്റെ യാത്രകളാണ്. ഒരു നമസ്കരിക്കുന്ന സമയത്ത് വരുന്ന ഓരോ വാക്കുകളും അർത്ഥസഹിതം അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത മെഡിറ്റേഷനാണ്. പ്രപഞ്ചത്തിൻ്റെ അധിപനായ ദൈവമേ, നിന്നിലേക്ക് ഞാൻ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കടലുകളും മറ്റ് ഗ്രഹങ്ങളും എല്ലാം തൻ്റെ ഇൻസൈറ്റിൻ്റെ അകം കണ്ട് നമ്മുടെ ജീവിതം എന്തിനാണ് എന്നുള്ളൊരർത്ഥം ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരുന്ന് കുറ്റം പറഞ്ഞ് പച്ചറച്ചി തിന്ന് തീർക്കാൻ വേണ്ടിയൊന്നല്ല നമ്മളിവിടെ ജീവിച്ചത്. ഒരു ബഹിരാകാശത്തേക്ക് ഒരു വലിയ